പഞ്ചദശി 12-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ ആത്മാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ആത്മപ്രീതിയും വിഷയപ്രീതിയും. ആത്മാവ് സുഖഭോക്താവ് എന്നും പറയുക വയ്യ. സ്വരൂപമായ സുഖത്തെ മാറി നിന്ന് ഭുജിക്കാൻ പറ്റുന്നതല്ല. ചുരുക്കത്തിൽ സുഖം ആത്മാവിൻ്റെ സ്വരൂപമാണ്. സൂര്യൻ്റെ സ്വരൂപം പ്രകാശമായിരിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ആത്മാവ് സർവപ്രിയതമമായ വസ്തുവായി വർത്തിക്കുന്നത്. ലോകത്തുള്ള സുഖസാധനങ്ങൾ പ്രിയങ്ങളാണ്. ആത്മാവാകട്ടെ പ്രിയതമമായ വസ്തുവാണ്. വിഷയവസ്തുക്കളിലുള്ള പ്രിയം മാറി മാറി വരുന്നതാണ്. ഇന്ന് പ്രിയമുള്ള വസ്തു നാളെ പ്രിയമുള്ളതല്ലാതാകും. ഇന്ന് പ്രിയമുള്ള വസ്തു നാളെ പ്രിയമുള്ളതല്ലാതാകും. ഇന്ന് പ്രിയമില്ലാത്തതിൽ നാളെ പ്രിയമുണ്ടായി എന്നു വരാം. വിഷയപ്രീതി ഒരിക്കലും ഒരിടത്തും ഉറച്ചു നിൽക്കുന്നതായി കാണുന്നില്ല. നേരെ മറിച്ച് ആത്മപ്രീതി അങ്ങനെയല്ല. അതിനെ ആരും ഒരിക്കലും കൈവെടിയുന്നില്ല. മറ്റെല്ലാറ്റിനെയും അന്വേഷിക്കുന്നത് പോലും ആ പ്രീതിയെ നിലനിർത്താനാണ്. അതുകൊണ്ടും ആത്മാവ് പ്രിയതമമായതാണ് എന്ന് തെളിയുന്നു. വിഷയവസ്തുക്കളെ ഒന്നു മാറ്റി വേറൊന്നെടുക്കാം. ആത്മാവിനെ മാറ്റുകയോ മറിക്കുകയോ ഒന്നും ചെയ്യാൻ വയ്യ. ഉപേക്ഷിക്കാനോ സ്വീകരിക്കാനോ അവിടെ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള ആത്മാവിൽ നിലനിൽക്കുന്ന പ്രീതി അഴിവ് കൂടാത്തതാണെന്നറിയാൻ പ്രയാസമില്ല. ആത്മാവിൽ വിശേഷിച്ച് സ്വീകരിക്കാൻ ഒന്നുമില്ലെങ്കിലും പുല്ലിനെയോ മൺകട്ടയെയോ പോലെ അതിനെ ഉപേക്ഷിക്കാൻ എന്താണ് പ്രയാസമെന്ന് ചിലർക്ക് തോന്നിയേക്കാം. അങ്ങനെ വന്നാൽ ആരായിരിക്കും ആത്മാവിനെ ഉപേക്ഷിക്കുന്നത്? ആത്മാവിന് തന്നെയല്ലേ ആത്മാവിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഉപേക്ഷിക്കുന്നവൻ്റെ സ്വരൂപം തന്നെയാണ് ആത്മാവ്. ഒന്നിന് അതിൻ്റെ സ്വരൂപത്തെ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ഒരു വസ്തുവിനും അതിൻ്റെ സ്വരൂപത്തെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് ഓർക്കേണ്ടതാണ്. അങ്ങനെ നോക്കിയാലും ആത്മപ്രീതി അഴിവില്ലാത്തതാണ്. ചില മടയന്മാർക്ക് ഇവിടെ വീണ്ടും ഒരു സംശയം വരാം. രോഗാധിക്യവും കോപാധിക്യവും കൊണ്ടുമൊക്കെ ചിലപ്പോൾ ചിലർ മരിക്കാൻ കൊതിക്കുന്നുണ്ടല്ലോ. ഈ മരണാഭിലാഷം ദ്വേഷം കൊണ്ടുള്ള ആത്മത്യാഗമല്ലേ? ആത്മനാശം, ആത്മഹത്യ എന്നൊക്കെ പറയാറുമുണ്ടല്ലോ. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ ചേതനനായ ആത്മാവ് ഉപയോഗശൂന്യമായ ദേഹത്തെ കളയുകയാണ് ചെയ്യുന്നത്. ജഡമായതുകൊണ്ട് ദേഹമല്ലേ ഉപേക്ഷിക്കപ്പെടാവുന്നത്? അല്ല, ആത്മാവിനെ ത്യജിക്കുന്നുവെന്ന് പറഞ്ഞാൽ ത്യജിക്കുന്നവൻ ആരാണ്? ദേഹം ആത്മാവിനെ ത്യജിക്കുന്നുവെന്നാണെങ്കിൽ അങ്ങനെ പറയുന്നവൻ്റെ ബുദ്ധികൂർമ്മയുടെ മുൻപിൽ ആയിരം പ്രണാമം. ലോകത്തെവിടെയെങ്കിലും ജഡം ചേതനനെ ഉപേക്ഷിക്കാറുണ്ടോ? ഉപേക്ഷിക്കപ്പെടാവുന്ന ജഡം ഒരിക്കലും ആത്മാവായിരിക്കാൻ പറ്റുകയില്ല. ഉപേക്ഷിക്കാൻ കഴിവുള്ള ചേതനന് മാത്രമേ ആത്മത്വം അവകാശപ്പെടാവൂ. ഉപേക്ഷിക്കുന്നവന് ഒരിക്കലും തന്നോട് ദ്വേഷം ഉണ്ടായിരിക്കുന്നില്ല. ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുവിനോടാണ് ദ്വേഷം. ആ ദ്വേഷം പോലും ആത്മപ്രീതിയെ ലാക്കാക്കിയുള്ളതുമാണ്. അത്തരം ദ്വേഷം കൊണ്ട് എന്താണ് അപകടം? ആത്മാവാണ് സർവപ്രിയതമെന്ന കാര്യം യുക്തിക്കു തന്നെ സുഗമ്യമാണ്. സ്വാത്മസുഖമാണ് മറ്റെല്ലാ സ്നേഹങ്ങളിലും കൂടി ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നിരതിശയ പ്രേമാസ്പദമാണ് ആത്മാവെന്ന് സിദ്ധിക്കുന്നു. ലോകവിഷയങ്ങളിൽ തന്നെയും താരതമ്യമനുസരിച്ചുള്ള പ്രീതിയുടെ ന്യൂനാധിക്യ ഭാവങ്ങൾ കാണാനുണ്ടല്ലോ. ഒരു പിതാവിന് മറ്റു ബന്ധുക്കളോടുള്ളതിനേക്കാൾ പ്രീതി തൻ്റെ പുത്രനോടാണോ എന്നുള്ളതിൽ സംശയിക്കാനില്ലല്ലോ. ഇനി ആത്മാവ് സർവപ്രിയതമമാണെന്ന് അനുഭവം തെളിയിക്കുന്നു. ഞാൻ ഒരിക്കലും ഇല്ലാതാകരുത്, ഞാൻ എന്നും ഉണ്ടായിരിക്കണം, ഈ ഒരു അഭിലാഷം എല്ലാവർക്കും സദാ ഉള്ളതായി കാണുന്നു. പ്രത്യക്ഷമായ ആത്മപ്രീതിയുടെ തെളിവല്ലേ ഇത്? പ്രിയതമാന്തര നിരാകരണം. ഇങ്ങനെ ശ്രുതിയുക്തി അനുഭവങ്ങൾ
ആത്മപ്രിയതമത്വം സംശയമെന്നേ തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ചിലർ ആത്മാവ് പുത്രഭാര്യാദികളെ അപേക്ഷിച്ച് അപ്രധാനമെന്ന് കരുതുന്നു. പുത്രഭാര്യാദികളിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആത്മാവെന്നും അവർ കരുതുന്നു. അവരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് പൊതുവായി പരിശോധിക്കാം. അവരിൽ ചിലർ ഇങ്ങനെ പറയുന്നു: പുത്രനാണ് മുഖ്യമായ ആത്മാവ്. ഇത് വേദവും സമ്മതിച്ചിട്ടുണ്ട്. പുത്രനാണ് ആത്മാവ് എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. ഐതരേയ ഉപനിഷത്ത് ഇക്കാര്യം വിശദമാക്കിയിട്ടുണ്ട്. പിതാവ് തൻ്റെ പുണ്യകർമ്മങ്ങളുടെ എല്ലാം പ്രതിനിധിയായി പുത്രനെ ജനിപ്പിക്കുന്നു. താൻ ജരാനര കൊണ്ട് പീഡിതനായി മൃത്യുവക്ത്രത്തോടടുക്കുമ്പോൾ സ്വാത്മസ്വരൂപമായി വിളങ്ങുന്ന പുത്രനെ കണ്ട് സമാശ്വസിക്കുന്നു. അങ്ങനെ കൃതകൃത്യനായി ഇഹലോകവാസം വെടിയുകയും ചെയ്യുന്നു. ആത്മാവുണ്ടെങ്കിലും പിതാവിന് ശുഭമായ പരലോകപ്രാപ്തി പുത്രനിൽ കൂടിയാണ് കൈവരേണ്ടത്. സന്താനമില്ലാത്തവന് പുണ്യലോകം ലഭിക്കുന്നതല്ല. വിദ്യാസമ്പന്നനായ പുത്രൻ പിതാവിൻ്റെ പരലോക സുഖത്തിന് ഹേതുവായി തീരുന്നുവെന്നാണ് പണ്ഡിതമതം. ഇഹലോകത്തും പിതാവിന് സുഖം നേടിക്കൊടുക്കുന്നത് പുത്രനാണ്. ഈ ലോകം പുത്രനെ കൊണ്ട് വേണം ജയിക്കാൻ എന്നാണ് വേദങ്ങളും ഘോഷിക്കുന്നത്. അതുകൊണ്ട് മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന പിതാവ് പുത്രനെ വിളിച്ച് മന്ത്രോപദേശം ചെയ്യണം. നീ യജ്ഞമാണ്, നീ ലോകമാണ്, നീ ബ്രഹ്മമാണ് എന്നെല്ലാം പുത്രന് വേണ്ട ഉപദേശങ്ങൾ നൽകണമെന്നാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് നിർദ്ദേശിക്കുന്നത്. ഈ വേദഭാഗങ്ങളെല്ലാം ആത്മാവിനേക്കാൾ പുത്രഭാര്യാദികൾക്ക് പ്രാധാന്യമുണ്ടെന്നാണല്ലോ വെളിപ്പെടുത്തുന്നത്. ലൗകികന്മാർ പുത്രന് സർവപ്രാധാന്യം നൽകുന്നുവെന്നത് അനുഭവസിദ്ധവുമാണ്. ഞാൻ മരിച്ചു പോയാലും എൻ്റെ പുത്രനും മറ്റും സുഖമായി ജീവിക്കണം, ഈ ഒരു ചിന്ത മൂലമല്ലേ ലൗകികന്മാർ അതിക്ലേശം സഹിച്ചും പണവും മറ്റും ധാരാളം സമ്പാദിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ടും അവനവനേക്കാൾ പ്രാധാന്യം പുത്രാദികൾക്കാണെന്ന് വന്നുകൂടുന്നു. ആത്മസങ്കല്പം 3 വിധം. മേൽ കാണിച്ച വിവരണമെല്ലാം ശരി തന്നെ. പക്ഷെ അതുകൊണ്ടൊന്നും ആത്മാവ് മറ്റൊന്നിൽ നിന്നും അപ്രധാനമായി തീർന്നു പോകുന്നില്ല. വ്യവഹാര ദിശയിൽ 3 വിധം ആത്മസങ്കല്പങ്ങൾ കാണപ്പെടുന്നു. ഗൗണാത്മാവ്, മിഥ്യാത്മാവ്, മുഖ്യാത്മാവ് ഇവയാണ് ആത്മസങ്കല്പങ്ങൾ. പുത്രാദികൾ ഗൗണാത്മസങ്കല്പത്തിൽ പെടുന്നവയാണ്. ഗൗണം എന്ന ശബ്ദത്തിന് അപ്രധാനം എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു ശബ്ദം അതിൻ്റെ മുഖ്യമായ അർത്ഥം ഉപേക്ഷിച്ചിട്ട് അപ്രധാനമായ ഒരർത്ഥത്തിൽ പ്രയോഗിച്ചാൽ അത് ആ ശബ്ദത്തിൻ്റെ ഗൗണപ്രയോഗമാണ്. ഈ ദേവദത്തൻ സിംഹമാണ് എന്നൊരാൾ പ്രയോഗിച്ചു എന്ന് കരുതുക. ഇവിടെ സിംഹശബ്ദം അതിൻ്റെ മുഖ്യമായ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. ജടാവികടനായ പഞ്ചാസ്യനെ ഇവിടെ സിംഹശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നില്ല. നേരെ മറിച്ച് ദേവദത്തനിലുള്ള വീര്യശൗര്യാദികൾ ധ്വനിപ്പിക്കാൻ വേണ്ടി അപ്രധാനമായ അർത്ഥത്തിൽ ആ ശബ്ദം പ്രയോഗിച്ചുവെന്നേ ഉള്ളൂ. ഇവിടെ സിംഹശബ്ദം ഇങ്ങനെ പ്രയോഗിച്ചുവെന്ന് വെച്ച് ആ ശബ്ദത്തിൻ്റെ മുഖ്യാർത്ഥം നഷ്ടമാകുന്നില്ല. ഇവിടെ പ്രയോഗിച്ചുവെന്നുള്ളത് കൊണ്ട് ദേവദത്തന് സിംഹത്വം ലഭ്യമാകുന്നുമില്ല. സിംഹവും ദേവദത്തനും രണ്ടാണെന്ന് സ്പഷ്ടമായി തന്നെ കാണാനും കഴിയും. പുത്രൻ ആത്മാവാണ് എന്ന് പറയുന്നിടത്തും ഇതുപോലെയാണ് കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ ഒരു ലൗകികന് പുത്രനോടുള്ള അതിയായ സ്നേഹത്തെയും മറ്റും ആസ്പദമാക്കി ഗൗണാർത്ഥത്തിൽ ആത്മത്വം പുത്രനിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുഖ്യമായ ആത്മാവിന് അപ്രധാന്യമൊന്നും വന്നു ചേരില്ല. മിഥ്യാത്മത്വവും ഇതുപോലെ കാണേണ്ടതാണ്. ശരീരഘടകങ്ങളായ പഞ്ചകോശങ്ങൾ പരസ്പര ഭിന്നങ്ങളാണ്. അവയെല്ലാം പ്രകാശിക്കുന്നത് ആത്മപ്രകാശമുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ പരസ്പര ഭിന്നങ്ങളായ പഞ്ചകോശങ്ങളെ പ്രത്യേകം പ്രകാശിപ്പിക്കുമ്പോഴും ഒരിക്കലും ആത്മാവ് ഭിന്നനായി കാണപ്പെടുന്നുമില്ല. ആത്മപ്രകാശമില്ലെന്നു വന്നാൽ പഞ്ചകോശങ്ങൾക്ക് പ്രകാശിക്കാനും കഴിയുന്നില്ല. ഇക്കാരണങ്ങളാൽ തന്നെ പഞ്ചകോശങ്ങൾ മിഥ്യാപ്രതിഭാസങ്ങളാണെന്നും സിദ്ധമാകുന്നു. അതുകൊണ്ട് പഞ്ചകോശങ്ങളോ ശരീരത്തെയോ ആത്മാവായി കണക്കാക്കുന്നത് മിഥ്യാത്മത്വം,
ഒരു മരക്കുറ്റിയെ കള്ളനായി കണക്കാക്കുന്നത് പോലെ. മരക്കുറ്റിയിൽ വെറുതെ ഉണ്ടെന്ന് തോന്നിയതാണ് കള്ളൻ. അതുകൊണ്ട് മരക്കുറ്റിക്കുണ്ടാകുന്ന ചോരത്വം മിഥ്യയാണെന്ന് തീർച്ച. മിഥ്യാഭാസത്തെ കള്ളനായി കരുതിയതുകൊണ്ട് മിഥ്യാചോരത്വം. അതുപോലെ മിഥ്യാഭാസങ്ങളായ ദേഹാദികളെ ആത്മാവായി കരുതുന്നിടത്ത് മിഥ്യാത്മത്വമെന്നും ഗ്രഹിക്കേണ്ടതാണ്. ഇനി മുഖ്യാത്മത്വം എന്തെന്ന് നോക്കാം. ഭേദം പ്രകാശിക്കുന്നില്ല, ഭേദമില്ല, സാക്ഷിയായി നിന്നുകൊണ്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. അതിന് തുല്യമായി മറ്റൊന്ന് കാണാനേയില്ല. അതില്ലെന്ന് വന്നാൽ മറ്റെല്ലാം ഇല്ലാതാകും. കോശങ്ങൾക്കുമൊക്കെയും അപ്പുറം സർവാന്തരമായി വർത്തിക്കുന്നത്, അതിനപ്പുറം ഒന്നും കാണാനില്ലാത്തത്, അതാണ് മുഖ്യമായ ആത്മാവ്. ആത്മശബ്ദ വ്യവഹാര രഹസ്യം. മുഖ്യാത്മത്വം ഇങ്ങനെ സുപ്രതിഷ്ഠിതവും നിത്യവുമായിരിക്കെ ലോകവ്യവഹാരങ്ങളിൽ പലപ്പോഴും അത് വിസ്മരിക്കപ്പെടുന്നുവെന്നുള്ളതാണല്ലോ പരമാർത്ഥം. ലോകവ്യവഹാരങ്ങളിൽ ഓരോരുത്തരുടെയും സങ്കല്പം ഏതാത്മാവിനെ ഉറപ്പായി ഗ്രഹിക്കുന്നുവോ അതിന് പ്രാധാന്യം സിദ്ധിക്കുന്നു. മറ്റെല്ലാം അപ്രധാനമായും തീരുന്നു. മുഖ്യാത്മഭാവനയിൽ മനസ്സുറയ്ക്കാതെ മരണത്തെ പ്രതീക്ഷിച്ചു കിടക്കുന്ന ഒരു കുടുംബിക്ക്, മുഖ്യാത്മഭാവനയിൽ മനസ്സുറയ്ക്കാതെ മരണത്തെ പ്രതീക്ഷിച്ചു കിടക്കുന്ന ഒരു കുടുംബിക്ക് സ്വാഭാവികമായും ഗൗണാത്മാവായ പുത്രനിലെ പ്രാധാന്യം കാണാൻ കഴിയൂ. താൻ നേടിവെച്ച ഭവനധനാദികൾ പരിരക്ഷിച്ച് അനുഭവിക്കാൻ അയാൾ മുൻപിൽ തൻ്റെ പുത്രനെ മാത്രമേ കാണുന്നുള്ളൂ. തൻ്റെ ശരീരത്തെപ്പോലും ആ സന്ദർഭത്തിൽ അയാൾ അത്ര കാര്യമായി കരുതുന്നില്ല. അങ്ങനെ മുഖ്യാത്മാവും മിഥ്യാത്മാവും അപ്രധാനങ്ങളായിത്തീരുന്നു. ഗൗണാത്മാവിന് പ്രാധാന്യം സിദ്ധിക്കുന്നു. ഇങ്ങനെ ഒരു പരിതസ്ഥിതി വന്നു ചേർന്നാൽ സത്യബോധം തീരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്ന് കരുതിയാണ് ശ്രുതി പുത്രന് മന്ത്രോപദേശം ചെയ്യണമെന്ന് പിതാവിനോട് നിർദ്ദേശിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന ലൗകികന് കുടുംബാദി കാര്യങ്ങൾ പ്രധാനമായി തോന്നിക്കൂടെ? പുത്രനെ തന്നെ എന്തിന് പ്രധാനമായി കരുതണം? ഈ ചോദ്യം ശരിയല്ല. കുടുംബാദി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം അവയെ പ്രധാനമായി കരുതണമെന്നില്ല. മാത്രമല്ല, പുത്രനെ ആശ്രയിച്ചാണ് ഇനി എല്ലാ കുടുംബകാര്യങ്ങളും നടക്കേണ്ടതെന്നും പിതാവിന് ബോധ്യമായുണ്ട്. മറ്റു ചില സന്ദർഭങ്ങളിൽ ചിലർ മിഥ്യാത്മാവിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞാൻ വളരെ മെലിഞ്ഞുപോയി, എനിക്ക് കുറച്ചുകൂടെ പുഷ്ടി പ്രാപിക്കണം എന്നും മറ്റും വ്യവഹരിക്കുന്നിടത്ത് മിഥ്യാത്മാവിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇത്തരം വ്യവഹാരങ്ങളിൽ ശരീരത്തെ തന്നെ ആത്മാവായി കണക്കാക്കുന്നു. ഗൗണാത്മാവിനോ മുഖ്യാത്മാവിനോ അവിടെ പ്രാധാന്യം ഇല്ല. അതുകൊണ്ട് സ്വന്തം ശരീരപുഷ്ടിക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ ആരും പുത്രനെ നിയോഗിക്കാറില്ല. പുത്രനും ഭാര്യയുമൊക്കെ നോക്കി നിൽക്കവേ തന്നെ താൻ മാത്രം ധാരാളം പോഷകാംശമുള്ള ആഹാരം കഴിച്ചെന്നും വരും. വ്യവഹാരങ്ങളിൽ ഗൗണാത്മപ്രാധാന്യം വേറെയും പല രൂപങ്ങളിൽ കാണാം. തപസ്സു ചെയ്ത് ഞാൻ സ്വർഗം നേടും എന്ന് നിശ്ചയിച്ച ഒരാൾ കഠിന തപസ്സു ചെയ്യുന്നുവെന്ന് കരുതുക. അവിടെ കർത്താവായ വിജ്ഞാനമയ കോശത്തിനാണ് അയാൾ ആത്മത്വം നൽകിയിരിക്കുന്നത് എന്ന് കാണാം. ശരീരത്തെ നിസ്സാരമായി തള്ളിക്കൊണ്ട് അയാൾ ക്ലേശകരമായ തപസ്സിൽ ഏർപ്പെടുന്നത് കാണാം. എനിക്ക് മോക്ഷം ലഭിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ജ്ഞാനസ്വരൂപമായ മുഖ്യാത്മാവിനെ തന്നെ ശരണം ഭാവന ചെയ്യുന്നു. എനിക്ക് മോക്ഷം ലഭിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവൻ ജ്ഞാനസ്വരൂപമായ മുഖ്യാത്മാവിനെ തന്നെ ഭാവന ചെയ്യുന്നു. അത് ഉചിതവുമാണ്. ഗുരുവിനെയും ശാസ്ത്രത്തെയും ആശ്രയിച്ച് അയാൾ മുഖ്യാത്മാവിനെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്നു. നിരന്തരം നിസ്സംഗത്വം ശീലിച്ച് ആത്മസത്യപ്രാപ്തി കാംക്ഷിച്ചുകൊണ്ട് അയാൾ കഴിയുന്നു. ബന്ധകാരണമായ ഒന്നും ചെയ്യാൻ കൂട്ടാക്കുന്നുമില്ല.
വേദത്തിൽ യജ്ഞവിധികളിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് പ്രത്യേകം യജ്ഞങ്ങൾ വിധിക്കുന്നുണ്ട്. ബ്രാഹ്മണൻ ബൃഹസ്പതി സവം കൊണ്ട് ഹോമിക്കണം. ക്ഷത്രിയൻ രാജസൂയ യജ്ഞം കൊണ്ട് ചെയ്യണം. വൈശ്യൻ വൈശ്യശാസ്ത്രോമയാഗം നടത്തണം. വൈശ്യൻ വൈശ്യസ്തോമയാഗം നടത്തണം. ഇങ്ങനെയൊക്കെയാണ് വേദവിധി. അപ്പോൾ അവരവരുടെ വർണ്ണവ്യവസ്ഥയ്ക്ക് ഉചിതമായ യജ്ഞം അവരവരനുഷ്ഠിക്കുന്നു. ഇതുപോലെയാണ് ആത്മസങ്കല്പങ്ങളും തദനുസരണമായ പ്രവൃത്തികളും. ഗൗണാത്മത്വം സ്വീകരിക്കുന്നവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. മിഥ്യാത്മത്വമാണെങ്കിൽ പ്രവൃത്തിയും അങ്ങനെ. പക്ഷേ ഇതുകൊണ്ടൊന്നും മുഖ്യമായ ആത്മസത്തയ്ക്ക് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല എന്നറിയേണ്ടതാണ്. ഗൗണമിഥ്യാത്മ പ്രാധാന്യം കൽപ്പിച്ച് പ്രവർത്തിക്കുമ്പോഴും നേടുന്നത് മുഖ്യാത്മപ്രീതി തന്നെയാണ്. ചിത്തവൃത്തിയെ ശാന്തതലത്തിൽ എത്തിച്ച് സ്വാത്മപ്രീതി കൈവരിക്കുകയാണ് പുത്രനെക്കൊണ്ടും ദേഹം കൊണ്ടും ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പുത്രനും ദേഹവുമെല്ലാം പ്രിയവസ്തുക്കളാകാം. ആത്മാവൊന്നു മാത്രമേ പ്രിയതമ വസ്തുവായിരിക്കൂ എന്ന് തീർച്ച. വസ്തുവിഭജനം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.